ബി.ജെ.പിക്ക് കഴിഞ്ഞ 3 വർഷമായി തുടർഭരണം ലഭിക്കുന്നു. അതിൽ 2 തവണ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും ലഭിച്ചു. നോർത്ത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും 50% മുകളിലാണ് വോട്ട് ഷെയർ അവർക്കുള്ളത്. അവിടെ ഒരു ഘടകകക്ഷികളുടെ സഹായമില്ലാതെയാണ് അവർ ഭരിക്കുന്നതെന്ന് കൂടി ഓർക്കണം. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ബി.ജെ.പിയുടെ ഓരോ പരിപാടികൾക്കും വൻ ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്. ജനപ്രളയമെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. മോദിക്കും മറ്റു ബി.ജെ.പി നേതാക്കൾക്കും കാര്യമായ സ്വാധീനവും ഇന്ന് നോർത്ത് ഇന്ത്യയിലുണ്ട്. എന്നാൽ അതിൽ നിന്നും വളരെ വിഭിന്നമാണ് സൗത്ത് ഇന്ത്യയുടെ അവസ്ഥ. എന്തുകൊണ്ട് കഴിഞ്ഞ 12 വർഷങ്ങളായി ബി.ജെ.പി പല തന്ത്രങ്ങളും ഈ സംസ്ഥാനങ്ങളിൽ അവർ കാണിച്ചു. പക്ഷെ എന്നാലും അവർക്ക് കാര്യമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തമിഴ്നാട്ടിലെ AIADMK അവർ സഖ്യത്തിൽ ഏർപ്പെട്ടു. പക്ഷേ വലിയ രീതിയിൽ അവർക്ക് വിജയം കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജാതി സമൂഹമായ ഇവരുടെ SNDPയുടെ കീഴിൽ വരുന്ന BDJS എന്ന രാഷ്ട്രീയ സംഘടനയുമായി അവർ സഖ്യത്തിൽ രൂപപ്പെട്ടു. അവിടെയും അവർക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചില്ല. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. അത് നമ്മൾ കുറച്ച് പുറമോട്ട് പോകേണ്ടി വരും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നോർത്ത് ഇന്ത്യ കൂടുതലായും ബ്രിട്ടീഷുകാരും മറ്റും വിഭജന രാഷ്ട്രീയത്തിന്റെ കീഴിൽ അടിമപ്പെട്ടപ്പോൾ തെക്കേ ഇന്ത്യയിൽ വളരെ മറ്റൊരവസ്ഥയായിരുന്നു. അവിടെയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നു എന്നതിനപ്പുറം പല കാര്യങ്ങളിലും അവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പെരിയാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാർ പോകുന്നു എന്നതിനപ്പുറം നമ്മുടെ ഇവിടുത്തെ ജാതി, മതം, മറ്റു വിഷയങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ എന്താണ് അന്ന് വിഭജനങ്ങളുണ്ടായിരുന്നു. അതായത് അമ്പലത്തിൽ മറ്റു കീഴ്ജാതിക്കാരെ പ്രവേശിപ്പിക്കുന്നില്ല, മറ്റു കീഴ്ജാതിക്കാർക്കുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറ്റു നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ ബ്രിട്ടീഷുകാരെ തുരത്തുക എന്നതിനപ്പുറം മറ്റു കാര്യങ്ങളിലേക്ക് പോയില്ല. പക്ഷേ തെക്കേ ഇന്ത്യയിൽ വളരെ വിഭിന്നമായിരുന്നു. തെക്കേ ഇന്ത്യയിലൊക്കെ അന്ന് വലിയ രീതിയിൽ ജാതീയത കൊടുമ്പിന് കൊള്ളുന്ന കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് അവർക്ക് ജാതീയമായ വിഭജനങ്ങൾ മാറ്റുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ആരോഗ്യം, നല്ല സുരക്ഷിതമായ ജീവിതം എന്നതിന് ഒരു പ്രാധാന്യം കൂടി കൽപ്പിച്ചിരുന്നു. അത് പിന്നീട് വന്ന രാഷ്ട്രീയക്കാരും അതേപോലെ ഫോളോ അപ്പ് ചെയ്യാൻ മറന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക്. പ്രത്യേകിച്ച് കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനും മറ്റു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വേണ്ടി നിക്ഷേപം നടത്തുന്നത്. അതിന്റെ വലിയ റിസൾട്ട് നമുക്ക് കേരളത്തിൽ കാണാനുമുണ്ട്. നല്ല വിദ്യാസമ്പന്നരായ യുവാക്കൾ കിട്ടിയതോടുകൂടി അവർക്ക് എങ്ങനെ രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യണമെന്നും എങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നും അവർ ചിന്തിച്ചു. അതുകൂടാതെ ഒരുപാട് വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ മറ്റു വിദേശ രാജ്യങ്ങൾ കൂടിയേറി സമ്പന്നരായി മാറുകയും അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജീവിതശൈലിയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അതേസമയം നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ അവസ്ഥ വളരെ വിഭിന്നമാണ്. കാരണം അവിടുത്തെ ചെറുപ്പക്കാരിൽ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ ഉന്നത വിദ്യാഭ്യാസം നേടുന്നുള്ളൂ. അതുകൂടാതെ അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജാതി മതം എന്നതിനെ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്. അവിടെ വികസനം ചർച്ചയാകുന്നില്ല. പക്ഷെ തെക്കോട്ട് വന്നാൽ വളരെ വിഭിന്നമാണ്. നമ്മളൊരു ഉദാഹരണം എടുത്താൽ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒരാൾ രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് അവരവരുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഭക്ഷണ സാധനങ്ങളുടെ വില കൂടിയോ, അതുപോലെ തന്നെ നമുക്ക് പ്രാഥമികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിച്ചോ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൂടാതെ തെക്കേ ഇന്ത്യയിൽ കുറച്ചും കൂടി ജനാധിപത്യ ബോധവും ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് തോറ്റുപോയിരുന്നു തന്നെ പറയാം. കാരണം പ്രസ്ഥാനങ്ങൾക്ക് ഓരോ ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ തോൽക്കാനിടയായത്. കാരണം അവരവരുടെ ഐഡിയോളജിക്ക് വിഭിന്നമായി മറ്റു രീതിയിൽ പോയപ്പോൾ ജനങ്ങളെ തിരിച്ചറിയുകയും ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കുകയും ചെയ്തു. അത് തന്നെയാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ കണ്ടത്. അതിന് ഉദാഹരണം തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ DMKക്കും സംഭവിച്ചിരുന്നത്. കാരണം ജനങ്ങൾ അത്രത്തോളം എങ്ങനെ വോട്ട് ചെയ്യുന്നു ചിന്തിച്ചാണ് തെക്കൻ ഇന്ത്യയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ വടക്കേ ഇന്ത്യയിൽ വളരെ വിഭിന്നമാണ്. അതുകൂടാതെ കഴിഞ്ഞ 50 വർഷമായി തമിഴ്നാട്ടിൽ ഒരു ദേശീയ പാർട്ടിക്ക് പോലും അധികാരത്തിൽ നേടാൻ സാധിച്ചിട്ടില്ല. കാരണം 1960 അവസാനമാണ് കോൺഗ്രസിന് അധികാരം കിട്ടിയത്. പിന്നീട് DMK ADMK തമ്മിലുള്ള മത്സരമായിരുന്നു. കോൺഗ്രസും BJPയും ഘടകകക്ഷികളായി ചെറിയൊരു ഭാഗമായി മാത്രമേ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ കേരളത്തിലെ രാഷ്ട്രീയം വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലായിരുന്നു മത്സരം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ വരവ് വന്നത്. ആ കാലഘട്ടങ്ങളിൽ ജാതീയത കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടമായിരുന്നു. പലരും ജാതി വ്യവസ്ഥയുടെ പേരിൽ പല പീഡനങ്ങളും നേരിട്ടു. ആ പീഡനം നേരിടുന്നവർക്ക് വലിയ സഹായമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ. അതിന്റെ ആ ഒരു ഇമ്പാക്റ്റ് ഇന്നും നിലനിന്ന് പോകുന്നു. ഇന്നും ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസത്തിന് സ്വാധീനമുണ്ട്. ഇന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലാണ് കേരളത്തിൽ മത്സരം. കോൺഗ്രസും BJP അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റും BJPയും തമ്മിലില്ല. BJP മത്സരത്തിലേ ഇല്ല കേരളത്തിൽ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. അവർ 12 വർഷമായി പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടും കേവലം 3 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. അതും കഷ്ടിച്ചാണ്.
പിന്നെ ആന്ധ്ര, തെലങ്കാന പോലെ സംസ്ഥാനങ്ങൾ. ആന്ധ്രാപ്രദേശിൽ BJPക്ക് അധികാരമുണ്ടെങ്കിൽ TDPയുടെ ഘടകകക്ഷിയായിട്ട് മാത്രമാണ് അവർ മത്സരിക്കുന്നത്. ഇന്നും TDP, YSR പോലുള്ള പ്രാദേശിക കക്ഷികൾക്കാണ് ആന്ധ്രാപ്രദേശിൽ സ്വാധീനമുള്ളത്. അതുപോലെ തെലങ്കാന എടുത്താൽ അവിടെ BRSും കോൺഗ്രസും തമ്മിലാണ് മത്സരം. BJPക്ക് കാര്യമായ സ്വാധീനം അവിടെയും ഇന്നില്ല. കർണാടകയാണ് കുറച്ചും കൂടി വ്യത്യാസം എന്ന് തന്നെ പറയാം. കാരണം BJPക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കർണാടകയിൽ മാത്രമേ ഉള്ളൂ. അവിടെയും വലിയ പ്രശ്നങ്ങളാണുള്ളത്. അവിടെയും ഇപ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അവരെന്താണ് പ്രതിപക്ഷമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അത് കൂടാതെ കർണാടകയിലെ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ജനതാദൾ എസിനാണ് സ്വാധീനം. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും കർണാടകയിലെ പ്രാദേശിക പാർട്ടികൾക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. അവർക്ക് വലിയ രീതിയിൽ പ്രാദേശിക വികാരമുണ്ട്. കന്നഡ എന്ന ഭാഷയോടുള്ള അവർക്ക് അതിൽ കഴിഞ്ഞ സ്നേഹമുണ്ട്. അത് മാത്രമല്ല കർണാടകയ്ക്ക് സ്വന്തമായ ഒരു പതാക പോലുമുണ്ട്. ചിലർ പറയുന്നത് അങ്ങനത്തെ തമിഴ് അത് കഴിഞ്ഞാണ് ഇന്ത്യ എന്ന് പോലും ചിലർ സ്വന്തമായ അഭിമാനം വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അത് അവർ രാജ്യത്തിന് എതിരായതുകൊണ്ടോ അല്ലെങ്കിൽ വിഭജനം വേണമെന്നോ എന്നതുകൊണ്ടല്ല. അവരവരുടെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്. തമിഴ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, അത് കഴിഞ്ഞ് അവർ ഇന്ത്യയിൽ എന്ന് പറയുന്നു. അത് അവരുടെ സംസ്കാരത്തോടുള്ള സ്നേഹമാണ്. അവരവരുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ്. പെരിയോർ പോലുള്ള സാംസ്കാരിക നേതാക്കൾ അവർ ജനങ്ങൾക്കിടയിൽ അവരുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കണമെന്നും നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് തന്നെ സാധിക്കുമെന്നും അവർ പണ്ട് മുതൽ തന്നെ അത് പറഞ്ഞിരുന്നു. അത് തമിഴ്നാട്ടിൽ മാത്രമല്ല കർണാടക, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിലും അതുണ്ടായിരുന്നു. അത് പിന്നീട് വന്ന രാഷ്ട്രീയക്കാർ അതേപോലെ ഉയർത്തിപ്പിടിക്കുകയും അവരുടെ സംസ്കാരം അതാണ് അവർക്ക് വലുത് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ ഒരു ഇന്ത്യ ഒറ്റ ഭാഷ എന്ന പല നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴും അതിനെ തൂത്തെറിഞ്ഞത് തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ്. കാരണം അത് നമ്മുടെ സംസ്കാരത്തിന് എതിരാണെന്നും അത് നമ്മുടെ സംസ്കാരത്തിനേറെയുള്ള കടന്നുകയറ്റമാണെന്നും നമ്മുടെ പ്രാദേശിക ഭാഷകളെ അത് നശിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് അവർ പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത എടുത്തു പറയേണ്ട കാര്യമാണ് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തികമായ അസമത്വം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് 1 രൂപ കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് 29 പൈസയോ അല്ലെങ്കിൽ 28, 35 പൈസ മാത്രമാണ്. അതേസമയം ബീഹാറിലുള്ള ഒരു സംസ്ഥാനം 1 പൈസ കേന്ദ്രത്തിന് 1 രൂപ കേന്ദ്രത്തിന് കൊടുത്താൽ അവർക്ക് തിരിച്ചു കിട്ടുന്നത് 7, 5, 6 രൂപയാണ്. അതായത് അവർ കൊടുക്കുന്നതിലും 7 ഇരട്ടിയും 5 ഇരട്ടിയും തിരിച്ചു ലഭിക്കുമ്പോൾ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ പകുതിയിൽ പോലും ലഭിക്കുന്നില്ല എന്നാണ്. അത് വലിയ രീതിയിൽ തെക്കേ ഇന്ത്യയിലുള്ള മുഖ്യമന്ത്രിമാർ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. അതും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ കടലിന്റെ അതിർത്തി കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം തുറമുഖ നഗരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം വ്യവസായങ്ങൾ അതിന് കീഴിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറച്ച് സമ്പന്നരാണ്. പിന്നീട് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ പോലെ ടെക് സിറ്റികളും ഈ ദക്ഷിണേന്ത്യയിലായതുകൊണ്ട് തന്നെ വലിയ ഭീമൻ കമ്പനികളുടെ വലിയ സ്ഥാപനങ്ങളും ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും തെക്കേ ഇന്ത്യയിലാണ്. നമുക്ക് എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ ചൈന എന്ന് വിശേഷിപ്പിക്കുന്ന തമിഴ്നാടാണ്. അത്രയേറെ ഉൽപ്പന്നങ്ങളാണ് ചൈനയിൽ നിന്നും പ്രതിവർഷം കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യ അപേക്ഷിച്ച് ഒരുപാട് തുറമുഖ നഗരങ്ങളുള്ളതുകൊണ്ടും ഒരുപാട് വ്യവസായശാലകളുള്ളതുകൊണ്ടും ആളുകൾ സമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇടപെടലുകളിൽ ഈ സംസ്ഥാനത്തിലൂടെ എടുക്കാൻ സാധിക്കത്തില്ല. ജനങ്ങൾ സമ്പന്നരായതുകൊണ്ട് സ്വാഭാവികമായും നല്ല വിദ്യാഭ്യാസം ലഭിക്കും. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ ചിന്തിച്ച് തന്നെ അവർ വോട്ട് ചെയ്യുകയുള്ളൂ. ജാതി, മതം, മറ്റു വിഷയങ്ങൾക്കപ്പുറം നമ്മുടെ നിലവിലേക്ക് നമുക്ക് ആവശ്യമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് തന്നെയാണ് വോട്ട് ചെയ്യാറുള്ളത്. അതും BJP കേരളത്തിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. പിന്നെ അവസാനത്തെ കാര്യമാണ് ഡീലിമിറ്റേഷൻ. 2029 ഇന്ത്യയിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ വരുമെന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, 1970കളുടെ സമയത്ത് ജനസംഖ്യാ നിയന്ത്രണം വളരെ ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ കൂടുതലും തെക്കേ ഇന്ത്യ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ജനസംഖ്യ അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം വരുമ്പോൾ അത് കൂടുതൽ സീറ്റ് ലഭിക്കുന്നത് നോർത്ത് ഇന്ത്യക്കാണ്. തെക്കേ ഇന്ത്യക്ക് വലിയ മാറ്റമോ വലിയ സ്വാധീനമോ ഇല്ല. അത് ഭാവിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെക്കേ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ തെക്കേ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും വളരെ ഭയത്തിൽ തന്നെയാണ്, രാഷ്ട്രീയക്കാരും വളരെ ഭയത്തിൽ തന്നെയാണ്. അതിനെ അവർ പാർലമെന്റിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതും BJPക്ക് തെക്കേ ഇന്ത്യയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കേന്ദ്ര നേതാക്കൾക്കുള്ള സ്വാധീനം. ഇന്ന് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള, തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്വാധീനം തെളിയിച്ച ദേശീയ നേതാക്കൾ ആരായെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി പോലുള്ള പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളാണ്. മറ്റു നോർത്ത് ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ മോദിയും അവരും വരുന്നില്ല. പ്രതിപക്ഷ നിരയിലുള്ള രാഹുൽ ഗാന്ധി, പ്രിയങ്ക പോലുള്ള നേതാക്കൾ തന്നെയാണ് ഇന്നും സൗത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാധീനമുള്ളത്. എന്തിനേറെ പറയണം, മോദി 4 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈ വന്നപ്പോൾ ഗോ ബാക്ക് മോദി എന്ന് വിളിച്ച് മുദ്രാവാക്യം വരെ വിളിച്ച് മോദിക്കെതിരെ പ്രതിഷേധം ചെയ്തവരാണ് തെക്കേ ഇന്ത്യയിലുള്ളവർ. അതേസമയം നോർത്ത് ഇന്ത്യയിൽ പോയ അവസ്ഥ വളരെ ഭിന്നമാണ്. ജനപ്രളയമാണ് മോദിയെ കാണാൻ അവിടെ ആളുകൾ എത്തുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളാണ് BJP
ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് BJP തെക്കേ ഇന്ത്യയിൽ അധികാരത്തിൽ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കാരണങ്ങളാണ് BJP സൗത്ത് ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്താതിരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾ കമന്റ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് BJP തെക്കേ ഇന്ത്യയിൽ അധികാരത്തിൽ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.